നാഗ്പൂരിൽ ഖുർആൻ കത്തിച്ചുവെന്ന വ്യാജ പ്രചാരണത്തിൻ്റെ പേരിൽ കലാപത്തിനിറങ്ങിയ സംഭവത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ കടുത്ത നടപടിയുമായി ഫഡ്നവിസ് സർക്കാർ. ഔറംഗസേബിൻ്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ഖുർആൻ കത്തിച്ചുവെന്നായിരുന്നു വ്യാജ പ്രചാരണം. സംഭവത്തിൽ 47 പേരെ അറസ്റ്റ് ചെയ്തു. നാഗ്പൂരിൻ്റെ പല മേഖലകളിലും കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഗരത്തിൽ പോലീസ് വൻ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. अभी सिचुएशन पीसफुल है नागपुर शहर में और हमने कुछ एरियाज़ में कर्फ्यू लगाया. लगभग 11 जो हमारे पुलिस स्टेशन हैं जो कि मिक्स लोकेलिटीज़ में है, उसके आसपास हैं और सिचुएशन अभी कंट्रोल में है और शांतता है. तो इसमें लगभग 50 से ज़्यादा लोगों को हमने इसमें कस्टडी में लिया है और इसके अलावा भी जो लोग सीसीटीवी में या फिर वीडियोस में या फिर सोशल मीडिया पे नज़र आ रहे हैं इस तरह की हरकत करते हुए या शांतता को नुकसान पहुंचाते हुए या फिर पब्लिक प्रॉपर्टी को नुकसान पहुंचाते हुए, तो उन लोगों को भी हम आइडेंटिफाई कर रहे हैं और उनके ऊपर कार्रवाई कर रहे हैं. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, നാഗ്പൂർ സംഭവത്തിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കേരളത്തിലടക്കം ഇതുപോലെ വ്യാജ പ്രചാരണങ്ങൾ അഴിച്ച് വിടുന്നുണ്ട്. ഏതായാലും കലാപം ഉണ്ടാക്കാം എന്ന അതിമോഹം അത് പോലീസ് കൃത്യസമയത്ത് ഇടപെട്ട് ഇല്ലാതാക്കിയിരിക്കുന്നു അല്ലേ? എന്താണ് വിശദാംശങ്ങൾ ഗൗതം? അനിൽ നമ്പ്യാർ, ഈ ഖുർആൻ കത്തിച്ചു എന്ന വ്യാജ പ്രചരണം നടത്തി ഇന്നലെ രാത്രി വലിയൊരു സംഘർഷത്തിനാണ് ഇസ്ലാമിസ്റ്റുകൾ നാഗ്പൂരിൽ തുടക്കമിട്ടത്. അതിനെ പോലീസ് തടയിട്ടിരിക്കുകയാണ്. അവർ ലക്ഷ്യമിട്ടത് വലിയൊരു കലാപമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരു മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാക്കുക. ഒപ്പം നാഗ്പൂർ പോലെ പ്രത്യേകിച്ച് RSSൻ്റെ കേന്ദ്ര കാര്യാലയം സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 30-ാം തീയതി ഈ നഗരത്തിലേക്ക് എത്താൻ പോകുന്നു. RSS ആസ്ഥാനത്ത് അദ്ദേഹം എത്താൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വലിയ കലാപമായിരുന്നു ഇസ്ലാമിസ്റ്റുകളുടെ ലക്ഷ്യം. പ്രധാനമായും ഒരു വ്യാജ പ്രചരണം ഇവർ അഴിച്ചുപിടിക്കുകയായിരുന്നു. കാരണം ഇന്നലെ പകൽ മഹാരാഷ്ട്രയിലെങ്ങും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സമാധാനപരമായ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. ഔറംഗസേബിൻ്റെ ശവകുടീരം സാംബാജി നഗറിൽ നിന്നും മാറ്റണമെന്നതാണ് ബജ്രംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തും ആവശ്യപ്പെട്ടത്. പക്ഷേ ആ പ്രതിഷേധം ഇന്നലെ പകൽ മുഴുവൻ മഹാരാഷ്ട്രയുടെ എല്ലാ ഭാഗങ്ങളിൽ നടന്നിട്ടും ഒരു അക്രമ സംഭവങ്ങൾ പോലും അവിടെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ VHP നടത്തിയ ഈ റാലിക്കിടയിൽ ചില സ്ഥലങ്ങളിൽ ഖുർആൻ കത്തിച്ചു എന്നാണ് ഇസ്ലാമിസ്റ്റുകൾ ഇന്നലെ രാത്രിയിൽ വ്യാജ പ്രചരണം നടത്തിയത്. ഇതിൻ്റെ പേരിൽ നാഗ്പൂരിലെ മഹൽ മേഖലയിൽ ഈ സംഘർഷം നടക്കുകയായിരുന്നു. ഏതാണ്ട് 10-ലധികം വാഹനങ്ങൾ അഗ്നിക്കിരയാക്കുകയും കടകമ്പോളങ്ങൾക്ക് നേരെ അക്രമം നടക്കുകയും ഒക്കെ ചെയ്തു. ഒരു വനിതാ പോലീസിൻ്റെ കാല് അക്രമികൾ തല്ലിയൊടിച്ചു. നാഗ്പൂർ DCP ഉൾപ്പെടെ ഉള്ളവർക്ക് കല്ലേറിൽ തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ വലിയ അക്രമമാണ് ഇന്നലെ രാത്രിയിൽ ഇവർ നടത്തിയത്. എന്തായാലും അതിലിപ്പോൾ കടുത്ത നടപടി മഹാരാഷ്ട്ര സർക്കാർ, ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 47 പേരെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. അതിൽ 15ഓളം പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ബാക്കിയുള്ളവരുടെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ കടുത്ത നടപടിയിലേക്ക് ഫഡ്നാവിസിന്റെ സർക്കാർ കടന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് നാഗ്പൂർ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ഫഡ്നാവിസും അതോടൊപ്പം തന്നെ നാഗ്പൂർ MP നിതിൻ ഗഡ്കരിയും ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. ഒരു കാരണവശാലും ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കരുത്. കാരണം കലാപകാരികളുടെ ലക്ഷ്യം ഇരു മതവിഭാഗങ്ങൾ തമ്മിലുള്ള വലിയ സംഘർഷമാണ്. അതിനാൽ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ ഒരു കാരണവശാലും ഉള്ളിലേക്ക് എടുക്കുകയോ അത് പ്രചരിപ്പിക്കുകയോ ചെയ്യരുത് എന്ന സന്ദേശമാണ് ഇന്നിപ്പോൾ രാവിലെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ആണെങ്കിലും നാഗ്പൂരിൻ്റെ MP നിതിൻ ഗഡ്കരി ആണെങ്കിലും നടത്തിയിട്ടുള്ളത്. അങ്ങനെ സമാധാനത്തിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിനൊപ്പമാണ് ഇന്നലെ രാത്രി ഈ കലാപം നടത്തിയ ആളുകൾക്കെതിരെ കടുത്ത നടപടി ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാരും പോലീസും ആരംഭിച്ചിരിക്കുന്നത്. അനിൽ നമ്പ്യാർ. നാഗ്പൂരിൽ ഖുർആൻ കത്തിച്ചു എന്ന വ്യാജ പ്രചാരണത്തിൻ്റെ പേരിൽ കലാപത്തിനിറങ്ങിയ സംഭവത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ കടുത്ത നടപടിയുമായി ഫഡ്നവിസ് സർക്കാർ. ഔറംഗസേബിൻ്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ഖുർആൻ കത്തിച്ചു എന്നായിരുന്നു വ്യാജ പ്രചാരണം. സംഭവത്തിൽ 47 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തു. നാഗ്പൂരിൻ്റെ പല മേഖലകളിലും കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഗരത്തിൽ പോലീസ് വൻ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. ഗൗതമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.